ഡ്രൈവർ ശ്രീ സജിമോൻ തന്നെ നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ സജിമോൻ, എല്ലാവിധ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? ഹലോ ശ്രീ സജിമോൻ, കേൾക്കാമോ? ഞാൻ വണ്ടി ഓടിക്കാണ്, അത് പ്രശ്നമില്ല. അയ്യോ, ഒരു മിനിറ്റ് ഒന്ന് നിർത്താമോ? യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഒരു മിനിറ്റ് നിർത്താം. ഇനി അതൊരു പ്രശ്നമാണ്ട. ശരി, പറഞ്ഞോളൂ. ആ സമയത്ത് ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി. അതെ. ഹലോ, വണ്ടി നിർത്തിയോ? പറഞ്ഞോളൂ. നിർത്തി. ആദ്യമേ അങ്ങോട്ടുള്ള സ്നേഹവും അഭിനന്ദനവും അറിയിക്കുന്നു. ഇനി ആ സംഭവിച്ച കാര്യം ഒന്ന് പറഞ്ഞോ. സാറേ, ഞങ്ങൾ ചേർത്തലിൽ നിന്ന് 7:15 അമൃത പോകുന്ന സർവീസാണേ. അപ്പൊ അമൃത പോകുന്ന സർവീസ് അരൂർ ക്ഷേത്രത്തിന്റെ സമീപത്ത് ചെന്നപ്പോഴാണ് ഇങ്ങനെ ഇത് യാത്രക്കാർക്ക് ഒരു കുഴഞ്ഞ് ഇങ്ങനെ പതുക്കനെ അവിടെ ഇങ്ങനെ ഇരിക്കുക ചെയ്തത്. അപ്പൊ ഇതെന്താണെന്ന് അറിയാമല്ലോ. ഞാൻ എല്ലാ യാത്രക്കാർ പുറകോട്ട് നോക്കിയപ്പോ ഞാൻ ചെല്ലുമ്പോ ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഭാഗമാണ് കാണുന്നത്. തളർന്നിരിക്കണ അനക്കവും ഇല്ല. അപ്പൊ ഉടൻ തന്നെ നേരെ അവിടെ പറ്റത്തിന്റെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ ഡോക്ടറില്ല. ഡോക്ടർ 10 മണിയാകുമ്പോഴേ വരുള്ളൂ ആ ഹോസ്പിറ്റലിലേ. അപ്പൊ കണ്ടക്ടറിന്റെ ഇടക്ക് പിന്നെ ആംബുലൻസ് വിളിക്കുന്നുണ്ട്. ഈ ആംബുലൻസ് വിളിക്കുന്നവരെയൊക്കെ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകുമല്ലോ. അതുവരെ കാത്തിരിക്കണം. അപ്പൊ കൊച്ചിന് അനക്കയില്ല. തളർന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോലും മുഖത്ത് ഒഴിച്ചിട്ട് പോലും കണ്ണു തുറക്കണില്ല. അപ്പൊ ആകപ്പാട് പേടിച്ച് പിന്നെ യാത്രക്കാരും ഒന്നും നോക്കണ്ട, നമുക്ക് ഹോസ്പിറ്റൽ ലക്ഷങ്ങളിലേക്ക് വിടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സീനിലൊക്കെ ഉണ്ടായിരുന്നു. സീനിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച്, സീനിലൊക്കെ വീഴുന്നവരെയൊന്നും നോക്കാൻ പറ്റിയില്ല. അത് പിന്നെ ശ്രദ്ധിച്ച് അവിടെ ഇട്ടൊക്കെ തന്നെ തിരിച്ചൊരു കണക്കിനൊക്കെ തിരിച്ച് നേരെ ലക്ഷോർ ഹോസ്പിറ്റലിലൊക്കെ പോയത്. അപ്പൊ അവിടെയുള്ള സീനിലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ തരണം ചെയ്ത് യാത്രക്കാരൊക്കെ പറഞ്ഞൊക്കെയാണ് സ്റ്റോപ്പ് കാണിച്ചൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരു കണക്കിൽ തിരിച്ച് ബ്ലോക്കും ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുവഴി നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുക ചെയ്തത്. ലക്ഷോർ ഹോസ്പിറ്റലിലേ എന്തായാലും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു അല്ലേ? ഭാഗ്യമായി. കൊണ്ടുവരുമ്പോ അവിടെ ഹോസ്പിറ്റലിൽ ആളില്ലാഞ്ഞത്. പിന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ചായിരുന്നു. ആംബുലൻസ് വിളിച്ചപ്പോ അതുവരെ കാത്തിരിക്കാൻ പറ്റിയത്. ഇത് വെള്ളം ഒഴിച്ചിട്ട് പോലും മോൻ തുറക്കണില്ല. ആകെ പേടിച്ചു പോയി മൊത്തം ആൾക്കാരെ. പിന്നെ ഒരു സ്റ്റോപ്പിൽ ആൾക്ക് നിർത്താൻ പറ്റിയില്ല. കാര്യം ആൾക്കാർക്കും സഹകരിച്ചായിരുന്നു. അവിടം വരെ ആൾക്കാർ ഇറങ്ങാറുണ്ടെങ്കിൽ ഇറങ്ങിയില്ല. എങ്ങനെയെങ്കിലും ഈ കൊച്ചിനെ എങ്ങനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് യാത്രക്കാര് ആരും ഇറങ്ങിയില്ല. ഇടയ്ക്ക് ഇറങ്ങാനുള്ളവർ പോലും ഇറങ്ങിയില്ല. അല്ല, ഒരു മനുഷ്യന്റെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് ആവശ്യങ്ങളങ്ങ് മാറ്റി വെക്കുമല്ലോ. അതെ. നമുക്കിപ്പോ പേടി വിഷയമല്ലേ. ഇപ്പൊ പിന്നെ നമ്മുടെ പുതിയ മന്ത്രി വന്ന കാരണം ഇപ്പൊ സീനിലൊക്കെ ഭയങ്കര കർശനമായ കാരണം അതൊക്കെ പ്രശ്നം ആവുന്നൊരു പേടിയുണ്ട്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായത് വെറുതെ 20 മിനിറ്റ് കത്തിച്ച് എണ്ണ കളഞ്ഞുകൊണ്ടാണ് താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കിയത്. അങ്ങ് ചെയ്തൊരു നല്ല കാര്യമല്ലേ? അതിനെ മന്ത്രി അഭിനന്ദിക്കേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും പാരിതോഷികം തരികയാണെങ്കിൽ അതാണ് KSRTC വകുപ്പ് ചെയ്യേണ്ടത്. അങ്ങ് പേടിക്കൊന്നും ചെയ്യില്ലേ? ഓ ശരി. അദ്ദേഹത്തിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞാൽ ഉപകാരം. ഹലോ സാറേ. മേഡം, എന്തായിരുന്നു പേര്? എന്റെ പേര് മിനിമോൾ CP. പെട്ടെന്ന് ഇങ്ങനെ ഒരാള് കുഴഞ്ഞു വീണപ്പോ ഭയന്നോ? അയ്യോ സാറേ, ആകെ പേടിച്ച് ഉടനെ 2 ഹോസ്പിറ്റലിൽ ഓടിച്ചെന്നപ്പോ രണ്ടിലും അവിടെ 2 വീട്ടിലും ഡോക്ടർമാരില്ല. ഉടനെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് അന്നേരം അരൂക്കുറ്റിന്ന് ഓടി എത്തണമെന്ന് പറഞ്ഞു താമസിക്കാം. അന്നേരം അതുവരെ ആ കുഞ്ഞ് ഭയങ്കര കണ്ണു തുറക്കുന്നതിന്റെ മൊത്തം കൈയൊക്കെ മരവിച്ച പോലെ. ഞങ്ങൾ കൈയും കാലും ഒക്കെ തിരുമ്മി എളുപ്പം വെള്ളം കൊടുത്ത് ഇപ്പൊ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കണ്ണു തുറക്കുന്നതേ ഇല്ല. അന്നേരം ഞങ്ങൾ ആപ്പാട് വിഷമിച്ച് അന്നേരം ആംബുലൻസുകാർ തിരിച്ചു വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് കൊച്ചു തീരെ ഇതാണ്, അതുകൊണ്ട് എളുപ്പമൊന്ന് പിന്നെ അവിടെ ലക്ഷറിലോട്ട് പോവാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് വണ്ടി നിർത്താതെ പോയി അവിടെ കൊണ്ടുവന്ന് ആക്കി. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? പെൺകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അവിടെ ചെന്നപ്പോ അനക്കൊന്നും ഇല്ലായിരുന്നു. അന്നേരം അകത്ത് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് എല്ലാ കാര്യങ്ങളും തിരക്കി. ഇനി കമ്പിയെല്ലാം അങ്ങനെ ഇടിച്ച എന്താണെന്ന് തിരക്കി. അപ്പൊ യാത്രക്കാർ തിങ്ങി നിന്നുകൊണ്ട് താഴത്ത് കമ്പിയിലൊന്നും ഇടിച്ചില്ലായിരുന്നു. അന്നേരം അല്പം കഴിഞ്ഞപ്പോ അതിന്റെ ആങ്ങള അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അന്നേരം പിന്നെ ഞങ്ങള് തിരിച്ച് സർവീസ് തുടർന്നു. അതുവരെ യാത്രക്കാരെല്ലാം നന്നായിട്ട് സഹകരിച്ച് ആരും ഇടക്കിറങ്ങണമെന്ന് തെറുതി വെക്കുക ഒന്നും ചെയ്തില്ല. കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങള് പിന്നെ ആവശ്യം വരുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് വെക്കണ്ടേ? പിന്നെ എല്ലാരും ഒരുമിച്ച് നിന്ന് നന്നായിട്ട് എല്ലാരും സഹകരിച്ച്. എന്ന് വെച്ചാൽ നന്നായിട്ട് ഞാൻ പേടിച്ചു പോയേട്ടാ. അയ്യോ, ഇങ്ങനെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള പോലെ ആയിപ്പോയി. അല്ല, പേടിച്ചെങ്കിലും മനസാന്നിധ്യത്തോടെ വേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ ചെയ്തില്ലേ? ചെയ്ത് 2 ഹോസ്പിറ്റലിലാണ് ഓടിയത്. ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ 2 ഹോസ്പിറ്റലിൽ ഓടിച്ചെന്ന്. 2 ഡോക്ടർമാരില്ലായിരുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യം സർക്കാർ ആശുപത്രിയിലായിരുന്നു പോയത് ഡോക്ടറെ കാണാൻ? ജോഡി അകത്ത് കയറി. എന്തോ നേരത്തെ പോയ ആശുപത്രികൾ സർക്കാർ ആശുപത്രികളാണോ? അല്ല, സർക്കാരിനല്ല, പ്രൈവറ്റ് ആയിരുന്നു. അവിടെ അരൂര് പള്ളിയുടെ ഇപ്പുറം 2
ഹോസ്പിറ്റലുണ്ടായിരുന്നു. ആ ചെറിയ ക്ലിനിക്ക് പോലുള്ള ആശുപത്രി, അപ്പോൾ അവിടെ ഡോക്ടർ ക്ലിനിക്ക് അവിടെ വന്നിട്ട് തുറന്നിട്ടുണ്ട്. നമ്മൾ ദൂരേക്ക് നോക്കുമ്പോ പ്രവർത്തിക്കുന്നതായിട്ട് അതാണ് ഓടി അവിടെ ചെന്നത്. എന്തായാലും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് നേരത്തെ എങ്ങനെ എന്തെങ്കിലും അനുഭവമൊക്കെ ഉണ്ടോ ചേച്ചി ബസ്സിൽ ഇതുപോലുള്ള സാഹചര്യം? ഇത് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ യാത്രക്കാരുണ്ട് സാറേ, അന്നേരം വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. ശരിയാ, ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. ഒരുപാട് സന്തോഷം ചേച്ചിക്കും മിനി ചേച്ചിക്കും ചേട്ടനും സജീവേട്ടനും എന്തായാലും എല്ലാവിധ ആശംസകൾ നേരെയാണ്. അതൊന്നും പരസ്യം ഇല്ല അതല്ല, അദ്ദേഹത്തിന് ഒരു പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും നടപടി, ഇതൊരു നടപടി ഉണ്ടാകുന്ന കേസല്ല. നിങ്ങളെ നിങ്ങൾക്ക് കൈയടി തരേണ്ടതാണ്. അപ്പോ ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. വളരെ നന്ദി. എന്തെങ്കിലും സംഭവിക്കാന്നുള്ള എനിക്ക് പേടിയായിരുന്നു. ഒരു കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ. കൊച്ചിനെ നമ്മൾ അഥവാ വണ്ടി തന്നെ കൊണ്ടുപോയി പിന്നെ ആംബുലൻസ് വിളിക്കാം, ആംബുലൻസ് വരാൻ, അന്നേരം ആ ഒരു അവസ്ഥ നമുക്കൊരു വല്ലാത്തൊരിതാണ്. അല്ല അപ്പൊ ഉചിതമായത് ചെയ്യുക. നിങ്ങൾ ആ ഉചിതമായ കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു. ശരി, ബസ് ഇപ്പൊ എങ്ങോട്ടുള്ള യാത്രയിലാണ്? ചേർത്തലയിൽ അമൃതയ്ക്ക് പോകുമായിരുന്നു, പൂച്ചാക്കൽ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ മുഷിയുന്നുണ്ടാവും അല്ലേ? വന്നതാണ്. ഇപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ ഇതായതുകൊണ്ടേ ലേറ്റായിട്ട് അവിടുന്ന് വണ്ടി എടുത്ത സാറേ. അതുകൊണ്ട് ഇപ്പൊ ചേർത്തലയ്ക്ക് വരുക. സർവീസ് നടക്കുകയാണല്ലേ? അതെ. ഇനിയിപ്പോ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട. എന്തായാലും ചേച്ചിക്കും ഡ്രൈവർ ചേട്ടനും എല്ലാവിധ സ്നേഹവും നന്മയും അറിയിക്കുന്നു. എല്ലാം ഭംഗിയാകട്ടെ. ഒരുപാട് സന്തോഷം. ശരി. നമ്മൾ ഒരു ഫോൺ കട്ട് ചെയ്തെന്ന് തോന്നുന്നു. നമ്മൾ മന്ത്രിയെ ഒന്ന് വിളിച്ചിരുന്നു, അദ്ദേഹം ഫോൺ എടുത്തില്ല. ഒരുപക്ഷെ ഇതറിഞ്ഞ് എന്തായാലും ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അദ്ദേഹം ഇത് കാണും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, മന്ത്രി കെ പി ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു ഒരു സന്തോഷ വാക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അത് ഉറപ്പായി ഉണ്ടാവുകയും വേണം. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മിനി എന്ന് പറഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞത്, ഡ്രൈവർ പറഞ്ഞാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴൊക്കെ പേടിയായി പോയി, ഇനി നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് വിചാരിച്ചു എന്നാണ്. അതൊരു വളരെ സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന ആളാണ്. ഇനി വണ്ടി നിർത്തി നമ്മൾ ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മറ്റു യാത്രക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ, ഇനി കോർപ്പറേഷൻ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ട. ഇത് ഏറ്റവും ന്യായമായ കാര്യമാണ്, മനുഷ്യത്വമാർന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് വേണ്ടുള്ള പിന്തുണയെ എല്ലായിടത്തു നിന്നും ഉണ്ടാകും. അവർ ചെയ്ത ഏറ്റവും ഉചിതമായ കാര്യം. ആ യാത്രക്കാരെയും കൂടി നമ്മൾ തീർച്ചയായും പറയണം. കാരണം ആരും വഴിക്ക് ഇറങ്ങേണ്ടവരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഇറങ്ങിയില്ല. ആ കുട്ടിയെ ആദ്യം ആശുപത്രിയിൽ എത്തിക്കൂ എന്നതായിരുന്നു എല്ലാവരുടെയും. ഇതാണ് നല്ല കാര്യം, സ്നേഹമുള്ള കാര്യം.